എല്ലാവർക്കും മുജൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കൊരു അതിഥിയെ പരിചയപ്പെടുത്താം. എൻ്റെ സുഹൃത്തും ഗായകനുമായ ഫൈസൽ ഗുരുവായൂർ. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാം. ഫൈസൽ, എന്താ വിശേഷങ്ങളൊക്കെ? സുഖം. ഞാനിന്ന് എൻ്റെ ചാനലിലൂടെ നിന്നെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നാട്ടിലെ താരങ്ങൾ എന്നൊരു പ്രോഗ്രാം ഞാൻ മുജൂസ് വ്ളോഗ് എന്ന എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പല കലാകാരന്മാരും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ നമുക്ക് എൻ്റെ ചാനലിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം. അതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ എൻ്റെ സുഹൃത്തായ നീ തന്നെയാണ് എൻ്റെ ആദ്യത്തെ അതിഥി. സന്തോഷം. ഓക്കെ, അപ്പോൾ നിന്റെ വിശേഷങ്ങളിലും പാട്ടു വിശേഷങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ഫൈസലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, അൽഹംദുലില്ലാ. ഓക്കെ, ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഫൈസലിന്റെ ഇപ്പൊ വീട് നിൽക്കുന്ന സ്ഥലം കൃത്യമായിട്ട് ലൊക്കേഷൻ ഒന്ന് പറയണെങ്കിൽ നമ്മളെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ 31-ാം വാർഡ് പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ചൂൽപ്പുറം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ചൂൽപ്പുറം ജുമാഅത്ത് പള്ളിയുടെ ബാക്ക് സൈഡിൽ വരും. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, ഫൈസൽ ഇപ്പോ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഫൈസലിനെ നമ്മുടെ ചൂൽപ്പുറത്തുള്ളവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ ചൂൽപ്പുറത്ത് പലരും ഫൈസലിനെ മൊബൈലിലൊക്കെ ചിലപ്പോൾ പേര് സേവ് ചെയ്യുന്നത് ഫൈസൽ സിംഗർ അല്ലെങ്കിൽ ഫൈസൽ പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും. എനിക്കറിയാവുന്ന പലരും ഫൈസലിനെ പറ്റി പറയുമ്പോൾ മൊബൈലിൽ അങ്ങനെയൊക്കെയാണ് കോൾ ചെയ്യാൻ വേണ്ടി എടുക്കാറ്. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ ഫൈസൽ ഗാന രംഗത്തുണ്ട്. ഇപ്പൊ പ്രൊഫഷണലായിട്ട് എങ്ങനെയാ ഈ പാട്ട് തന്നെയാണോ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത്? പാട്ടാണ് മെയിൻ പാട്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ജോലി ഒരു ഇലക്ട്രോണിക്സ് സർവീസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത്. ടെക്നീഷ്യനാണ് ഞാൻ. ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ. കൂടുതൽ പാട്ടിനോട് തന്നെയാണ് ഇഷ്ടം? അതെ, അതെൻ്റെ ഒരു വലിയൊരു ഇതാണ്. അതെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോ ഏത് തരം പാട്ടുകളാണ് കൂടുതൽ പാടാറ്? ഞാൻ കൂടുതൽ മാപ്പിളപ്പാട്ട്, ഡിവോഷണൽ സോങ്സ് ആണ് കൂടുതൽ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ മലയാളം ഫിലിം സോങ്സ് പാടാറുണ്ട്. ഒരുവിധം എല്ലാ പാട്ടുകളും മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ മെലഡിയോടാണ് അങ്ങനെ കൂടുതൽ താല്പര്യം. ഓക്കെ, എങ്ങനെ ഇപ്പോ പ്രോഗ്രാംസ് എന്തായാലും ചെയ്യുന്നുണ്ടോ? ട്രൂപ്പുകളോ അങ്ങനെ അവിടെ നമുക്ക് ഗുരുവായൂരിലൊരു ട്രൂപ്പ് ഉണ്ട് നമുക്ക്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. മൈലാഞ്ചി കല്യാണങ്ങള്, അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള വരുന്ന എല്ലാ പ്രോഗ്രാംസുകൾ വരുന്നുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചിലർ വിളിക്കും, അപ്പൊ അങ്ങനെ പോയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടായാലോ? തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിൻ്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഫൈസല് ഒരു കൊറോണ കാലത്ത് ഒരു നാടൻ പാട്ട് പാടിയിരുന്നു, ഒരു തേങ്ങാക്കളൻ വിഷ്വൽ ആൽബത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിഷ്വൽ ചെയ്തിരുന്നത്. ആ പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ കുറച്ചൊക്കെ എവിടേക്കോ മറന്നു പോയേക്കണം. അത് നീ
എന്നെക്കാളും കൂടുതൽ ഓർമ്മ നിനക്കുണ്ടാവും, കാരണം നീ എഴുതിയ പാട്ടാണത്, നീ ചെയ്ത സംഗീതമാണത്. ഞാൻ സംഗീതം ചെയ്ത പാട്ടാണ് അത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് പാടി നമുക്ക് രണ്ടുപേരും കൂടെ പാടാം. ഞാനും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നിന്റെ പോലെ പാടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ആരാന്റെ തെങ്ങിന്റെ മണ്ടേല് കേറിയിരുന്നു ഞാൻ തേങ്ങ കട്ടേ, ആരൊക്കെയോ പാതിര നേരത്ത് എന്നെ പിടിക്കുവാൻ വട്ടമിട്ടേ, നാട്ടിൽ പണിയില്ല കാലത്ത് ഞാനെന്ത് ചെയ്യും പൊന്നും കട്ടേ, എന്റെ കീടാക്കളെ വയ്ക്കണേ വയറിന്റെ സങ്കടമാരു കേൾക്കാൻ, മൂറും മറച്ചു നടന്നാൽ മാരക രോഗത്തെ മാറ്റിടാലോ, വാമറച്ചോണ്ട് നടന്നാൽ വയറിന്റെ കാലില് മാറി കിട്ടോ, മൂറും മറച്ചു നടന്നാൽ മാരക രോഗത്തെ മാറ്റിടാമോ, വാമറച്ചോണ്ട് നടന്നാൽ വയറിന്റെ കാലില് മാറി കിട്ടോ, ആരാന്റെ തെങ്ങിന്റെ മണ്ടേല് കേറിയിരുന്നു ഞാൻ തേങ്ങ കട്ടേ, ആരൊക്കെയോ പാതിര നേരത്ത് എന്നെ പിടിക്കുവാൻ വട്ടമിട്ടേ. അത് അന്ന് കൊറോണ കാലത്ത് നമുക്ക് ആൾക്കാർ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞാണ്, അവനക്ക് ചെലവിനൊന്നും ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്, എന്തെങ്കിലും പൈസ ഉണ്ടോ, അങ്ങനെ കുറച്ച് സഹായം ചോദിച്ചു വന്നതാണ്. അപ്പോൾ അവൻ്റെ ഒരു ജോലി ഇതായിരുന്നു, തെങ്ങാറ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ എങ്ങനെ തെങ്ങാറാൻ പോവും, ഒരു സ്ഥലത്തേക്ക് ആൾക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ, ആകെ ഗതികെട്ടുള്ള അവസ്ഥയല്ലേ. അപ്പൊ ഞാൻ അവനെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു പാട്ടാണ് അത്. അങ്ങനെ എൻ്റെ സുഹൃത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ പാട്ടായിരുന്നു. അങ്ങനെ എൻ്റെ വിശേഷങ്ങൾ പോട്ടെ, എൻ്റെ വിശേഷങ്ങളിൽ കിടക്കാം. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഇപ്പോൾ അടുത്തതായിട്ട് ഇനി എന്തെങ്കിലും പുതിയ പ്ലാനുകളൊന്നും വന്നിട്ടുണ്ടോ, അല്ലെ പാട്ടുകളോ എന്തെങ്കിലും? പാട്ടുകൾ ഒരു സോങ് ചെയ്തു വെച്ചത് ഇറങ്ങാനുണ്ട്. നമ്മളൊരു സുഹൃത്ത് ഇവിടെ പെരുമ്പലാവിലുള്ള കമറു, സിഗ്നേച്ചർ കമറൊക്കെ ഒരു പാട്ട് പാടിപ്പിച്ചിരുന്നു, ഒരു ഉമ്മാനെ കുറിച്ചുള്ള പാട്ട്. അതെ അതെ അതെ, അപ്പൊ അത് ഇറങ്ങിയിട്ടില്ല, അതങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പോണു കാര്യങ്ങളൊക്കെ. ഓക്കെ. ഫൈസലേ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, ഭാര്യ, 3 മക്കള്, കുഞ്ഞുമ്മ. അങ്ങനെ മക്കള് 3 പേര്. മൂത്തത് മോളാണ്, അവള് +2 കഴിഞ്ഞു. പിന്നെ മോനാണ്, അവൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ മോള്, അവള് 9ാം ക്ലാസ്സിലാണ്. ഓക്കെ. മക്കളൊക്കെ എങ്ങനെ പാടുവോ? പാടും. മൂത്ത മോള് എൻ്റെ കൂടെ ചില പ്രോഗ്രാമിലൊക്കെ വന്ന് ഡൂയറ്റ് ആയിട്ട് പാടാറൊക്കെ ഉണ്ട്. നന്നായി, കുഴപ്പമില്ല, പാടുള്ളൂ. പിന്നെ 3 പാടും. മറ്റൊരു പിന്നെ സ്റ്റേജ് പെർഫോമൻസിനൊന്നും വന്നിട്ടില്ല. അങ്ങനെ നോക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഒന്ന് ഉത്സാഹിച്ച് കൊണ്ടുപോവാ, എല്ലാവരും ഒന്ന് പുറത്തേ ഇറങ്ങട്ടെ, അറിയട്ടെ, കുട്ടികൾക്കൊക്കെ അങ്ങനെ കഴിവുകളിലൊക്കെ ഒന്ന് അറിയട്ടെ. ഓക്കെ, അടുത്തൊരു പാട്ടിലേക്ക് പോകാം നമുക്ക്, അല്ലേ? ആയിക്കോട്ടെ. ഒരു മാപ്പിളപ്പാട്ടായാലോ? ആയിക്കോട്ടെ. ഓക്കെ. പൈസ നമുക്ക് എരിഞ്ഞൂലി മൂസാക്കാന്റെ ഒരു മാപ്പിളപ്പാട്ടായാലോ? ഓക്കെ. ഒരു പഴയ കാല സാധനം. അപ്പോ മിഹ്റാജ് രാവിലെ, അത് അറിയാലോ ആ പാട്ട്? കുറച്ചൊക്കെ നമുക്ക് രണ്ടുപേരും കൂടെ ഞാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് എല്ലാമൊന്നും പറ്റില്ല, എന്നാലും നോക്കാം. നീ എരിഞ്ഞോളി മൂസയുടെ ഒരു പാട്ട് കുറച്ച് അതെനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. എരിഞ്ഞോലി മൂസാക്കാന്റെ ഭയങ്കര താല്പര്യം. അപ്പോൾ നമുക്ക് രണ്ടുപേരും ഒരു അതുല്യ ഗായകൻ തന്നെയാണ് അദ്ദേഹം. എന്നാ നോക്കാം. ഓക്കെ. മിഹ്റാജ് രാവിലെ കാറ്റേ, മരുവു തണുപ്പിച്ച കാറ്റേ, മിഹ്റാജ് രാവിലെ കാറ്റേ, മരുവു തണുപ്പിച്ച കാറ്റേ, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ, മിഹ്റാജ് രാവിലെ കാറ്റേ, മരുവു തണുപ്പിച്ച കാറ്റേ, പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ, പുരുഷാന്തരങ്ങൾക്കു പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, മുത്തിലും മുത്തായ മുത്ത് മുഹമ്മദിൻ, സത്യത്തിൻ ഗീതം മൊഴിഞ്ഞാട്ടേ,
സത്യത്തിൻ ദീപം മുഴിഞ്ഞാട്ടേ, മിഹ്റാജ് രാവിലെ കാറ്റേ, മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഓക്കെ, അടിപൊളിയാ. അത് മൂസാക്കാടെ പാട്ട് ഭയങ്കര സംഭവം. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാല് ഏത് കാലത്ത് കേട്ടാലും തീരെ മറക്കാൻ പറ്റില്ല. കാരണം എപ്പോ നമ്മള് പാട്ട് ഒരു വട്ടം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി കേൾക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പ്രത്യേക ഫീൽ അത്. ഇപ്പൊ നമ്മള് മാപ്പിളപ്പാട്ടുകൾ പാടി, ഒരു സിനിമാ പാട്ട് പാടി, അങ്ങനെ ഇനി ഒരു ഹിന്ദി സോങ് ആവാം. ഓക്കെ, ഹിന്ദി ഒരെണ്ണം നമുക്കൊരു ഗസലാവാം. ഗസല്. ഓക്കെ. रफ्ता रफ्ता वो मरे हस्ती का सामा हो गए, रफ्ता रफ्ता वो मरे हस्ती का सामा हो गए, पहले जा फिर जाने जा फिर जाने जाना हो गए, रफ्ता रफ्ता वो मरे हस्ती का सामा हो गए. ഓക്കെ, ഇപ്പോൾ ഫൈസലിൻ്റെ ഒരുപാട് പാട്ടുകൾ കേട്ടു, വിശേഷങ്ങൾ അറിഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ട് നാട്ടിലെ താരങ്ങൾ എന്ന എൻ്റെ ഈ പ്രോഗ്രാമിൽ അതിഥിയായിട്ട് കൊണ്ടുവന്നത് ഫൈസലിനെയാണ്. അപ്പോൾ അത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചെറിയൊരു ചാനലാണ്. ഈ ചെറിയ ചാനലിൽ എനിക്ക് തുടക്കം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്ന് തന്നെ മുന്നോട്ട് പോട്ടെ. പലരും ഇതുപോലെ അവസരങ്ങൾ കിട്ടാതെയും അതിൽ മീഡിയക്ക് മുന്നിൽ വരാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവരെ പോലുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ അവസരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം കാണുന്നതിൽ ആരെങ്കിലും ഗായകന്മാരോ ഗായികകളോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വായിക്കുന്നവരോ ഏത് രീതിയിലായിക്കോട്ടെ, ഒരു കലാകാരനായി കിട്ടിയാൽ മതി നമുക്ക്. അങ്ങനെയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ വേറിട്ട എന്തെങ്കിലും അനുഭവങ്ങളുള്ള ആളുകളോ മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ആരെങ്കിലും ഒക്കെയാണ്, അവരൊക്കെ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല കാര്യം, നല്ലൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നുണ്ട് അവർക്കും കൂടിയിട്ട് എൻ്റെ ചാനലിലൊന്ന്. ഇപ്പോൾ ഞാൻ ഗുരുവായൂരിൽ തന്നെ ഇന്നൊരു പ്രോഗ്രാം ഞാൻ തമ്പ്രാമ്പടിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗാനമേള പ്രോഗ്രാം നടക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ശശി ആഴ്ചത്തിന്റെ അവരുടെ ഒരു കൂട്ടായ്മയിലാണ് അത് നടക്കുന്നത്. അപ്പോൾ തമ്പ്രാമ്പടി വായനശാലയിലാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇന്നൊരു 4-5 ഗായകന്മാരായിട്ട് ഞാൻ എല്ലാം പരിചയമുള്ളവരാണ്, ഗുരുവായൂരുള്ളവരാണ്. അതുപോലെ എല്ലാവരും പരിചയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എൻ്റെ പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് താല്പര്യപ്പെട്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അത് ലൈക്ക് അടിക്കുകയും അതുപോലെ ഷെയർ ചെയ്യുകയും അതിന് കമൻ്റ് ഇടുകയും വേണം. എനിക്ക് നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എൻ്റെ ചാനലിലെ വിജയം. പാട്ടിൻ്റെ വിശേഷങ്ങളും പാട്ടുകാരുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും മുജൂസ് വ്ലോഗ് എന്ന ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.